കേരളത്തിന് പുറത്തൊക്കെ ജോലിക്കും പഠനത്തിനും ഒക്കെയായി താമസിക്കുന്നവർ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നാട്ടിലെ മീനായിരിക്കും. ബീഫിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിക്കുന്നില്ല. ഇന്ത്യയുടെ സിലിക്കൺ വാലിയായ ബാംഗ്ലൂരിൽ നിന്ന് ഒരു അവധിക്കാണ് ഞാൻ നാട്ടിലെത്തുന്നത്. അവിടെ നിന്ന് വരുന്നതിന് മുമ്പേ ഞാൻ വീട്ടിൽ വിളിച്ച് മീൻ വാങ്ങി വെക്കണേ എന്ന് അമ്മയോട് പറഞ്ഞു. അങ്ങനെ അമ്മ നോക്കിയിരുന്ന് വാങ്ങി വെച്ചതാണ് ഈ തേടുമീൻ. ഞാനൊരു കൊല്ലംകാരി ആയതുകൊണ്ട് ഈ മീനിനെ തേടുമീൻ എന്നാണ് പറയുന്നത്. വേറെ സ്ഥലങ്ങളിൽ വേറെ പേരുകളായിരിക്കും. ഇത് ക്ലീൻ ചെയ്യാൻ ഒരു സ്പെഷ്യൽ സ്കില്ലാണ് വേണ്ടത്. കട്ടിങ്ങിന് ഒരു നല്ല സ്ട്രോങ് ആയ കത്താളാണ് ഉപയോഗിക്കുന്നത്. ആദ്യം അതിൻ്റെ മീശ വെട്ടി പാർശ്വങ്ങളിലെ ആ ചിറകുകളൊക്കെ വെട്ടിക്കളഞ്ഞു. ഇനി ഉടലും തലയും രണ്ടാക്കി. അപ്പോഴാണ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചത്. മീനിൻ്റെ വായിലൂടെ മീൻമുട്ടകൾ കക്കി വരുന്നുണ്ട്. മീൻമുട്ട പണ്ടേ ഒരു വീക്ക്നെസ് ആണ്. അത് പൊരിച്ചോ തോരൻ വെച്ചോ ഒക്കെ കഴിക്കാറുണ്ട്. ഈ മീനിൻ്റെ മുട്ടകൾ ചെറിയ ഗോലി പോലെയാണ് തോന്നുന്നത്. അതിൽ കുറച്ച് തേങ്ങ ഇട്ട് പച്ചമുളകും ചെറിയുള്ളിയൊക്കെ ഇട്ട് തോരനായി വെച്ചാൽ അത് മാത്രം മതി ഒരു പാത്രം ചോറ് കഴിക്കാൻ. നിങ്ങൾ മീൻമുട്ട ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ലഞ്ചിന് മിക്ക ദിവസങ്ങളിലും മത്തിയുടെ മുട്ട പൊരിച്ചുകൊണ്ട് വരുന്ന ഒരു കൂട്ടുകാരി എനിക്കുണ്ടായിരുന്നു. അതൊക്കെ അന്ന് ഷെയർ ചെയ്ത് ഫുഡ് കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായതുകൊണ്ട് കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കൂട്ടാനൊക്കെ നിറച്ച് വെച്ച് ചോറ് കഴിച്ചുകൊണ്ടിരുന്നു. ഡിഗ്രി ടൈമൊക്കെ ആയപ്പോൾ ഒരു ബെഞ്ചിൽ മാത്രം ഇരിക്കുന്നവർ മാത്രമായി ഫ്രണ്ട്സായിട്ട് ഒതുങ്ങി. അങ്ങനെ കൂട്ടാൻ്റെ എണ്ണവും കുറഞ്ഞു വന്നു. വീടിന് വെളിയിലിരുന്ന് മീൻ നന്നാക്കുന്നതിനൊരു കാര്യമുണ്ട്. ഉറുമ്പുകൾ തന്നെ. മീനിൻ്റെ ചോരയ്ക്ക് ഇത്ര രുചിയാണ്. 100 കണക്കിന് ചോനലുറുമ്പുകളാണ് സ്ഥലത്തെത്തിയിരിക്കുന്നത്. വീഡിയോ എടുക്കുന്ന ആളാണ് ഞാനെന്നൊന്നും അവർ നോക്കിയില്ല. എൻ്റെ ദേഹത്തും അവരുടെ അറ്റാക്ക് ഉണ്ടായിരുന്നു. മീനിൻ്റെ വല്ല ചോര എൻ്റെ ദേഹത്തേക്ക് വന്നിട്ടുണ്ടോ എങ്കിൽ അത് അവിടെ നിന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അവരെന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ശക്തമായി പ്രതിഷേധിച്ചു. ഒരു ഫലം ഉണ്ടായില്ല. അവർ ദേഹത്തേക്ക് കയറിക്കൊണ്ടേയിരുന്നു. മീനിൻ്റെ തൊലി ഉരിയണം, എന്നിട്ട് തല വെട്ടി ചെറുതാക്കണം. അങ്ങനെ പരിപാടി തീർന്നു എന്നൊന്നും വിചാരിക്കേണ്ട. ഇനിയും പരിപാടികളുണ്ട്. ഇനി അതിൻ്റെ ഉടൽ ഭാഗം ചെറുതാക്കി എടുക്കണം. പിന്നെ അതിനെ വാഷ് ചെയ്യണം. മീൻ മുറിക്കാനിരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല, ആര് പറഞ്ഞിട്ടാണെന്ന് അറിഞ്ഞില്ല, കാക്കക്കൂട്ടവും കൊക്കുകളും വരാറുണ്ട്. മീനിൻ്റെ നല്ല ഭാഗങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ട് വേണ്ടാത്തവ അവയ്ക്ക് കൊടുക്കും. കൊതിയോടെ ആർത്തിയോടെ അവരതിനെ അകത്താക്കി ഇടയ്ക്കിടെ നമ്മളെ ഒളികണ്ണിട്ട് നമ്മുടെ ചട്ടിയിലേക്കൊന്ന് നോക്കിക്കൊണ്ടിരിക്കും. തക്കം കിട്ടിയാൽ അതിൽ നിന്ന് ഒരു ചുണ്ട് നിറയെ കഷ്ണങ്ങൾ തട്ടിക്കൊണ്ടുപോകാൻ.